ഹായ്, മീശപ്പുലിമലയിലാണുള്ളത്. ഇന്ന് ട്രെക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ ദൃശ്യമുണ്ട്, പിന്നെ നമ്മളെ കൂട്ടുകാരന്മാരും ഉണ്ട്. എന്തായാലും അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെക്കിങ്ങിൻ്റെ വീഡിയോസും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. അങ്ങ് ആ ദൂരെ കാണുന്ന പീക്ക് കണ്ടോ? അതായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഏതാ പീക്ക്? നമ്മൾ രാവിലെ 4 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഒരു ജീപ്പ് സർവീസ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തൊരു 5-5:30 ആകുമ്പോൾ ഇവിടെ എത്തി. ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ എൻട്രി ഒക്കെ ചെയ്ത് ഒരു 6 മണിക്ക് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഒരു ചെറിയ സൺറൈസ് ഒക്കെ കണ്ട് നമ്മുടെ മുന്നിൽ ആനമുടി പീക്ക് ഉണ്ട്. അതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് നമ്മളിന്ന് ട്രെക്ക് ചെയ്യാൻ പോണ മീശപ്പുലിമല. ഈ ആനമുടിയും മീശപ്പുലിമലയും തമ്മിൽ എന്തോ ചെറിയ ഹൈറ്റിൻ്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ. 50 സംതിങ് ഫീറ്റോ മീറ്ററോ എന്തോ, കറക്റ്റ് യൂണിറ്റ് അറിയില്ല. പക്ഷെ അത്രയും ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ ആനമുടിയിൽ ട്രെക്കിങ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പീക്ക് മീശപ്പുലിമലയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മീശപ്പുലിമല ട്രെക്ക് ചെയ്തതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പം എന്തായാലും ഒരു നല്ല സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വലിയൊരു പീക്ക് ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സൺറൈസ് പോയിൻ്റ് ഉണ്ട് മീശപ്പുലിമല. അപ്പം അത് മിസ് ചെയ്യണ്ട ആരും വന്നവർ. കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 7 മണിക്ക് ഇവിടുന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ. നമുക്ക് മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് തലേന്ന് ഇവിടെ വന്ന് ക്യാമ്പൊക്കെ ഉണ്ട്. ക്യാമ്പിൽ സ്റ്റേ ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ റോഡോ മാൻഷൻ ഉണ്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ അവിടെ തന്നെ. അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, മീശപ്പുലിമല ട്രെക്കിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ ബേസ് ക്യാമ്പിലാണുള്ളത്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം. ഒരു 4 കിലോമീറ്റർ ഓഫ് റോഡ്. സൺറൈസ് എല്ലാം കണ്ടു നിൽക്കാട്ടാ. നമ്മൾ വരാതെ ഇറങ്ങി പോകരുത്. ആ ഒരു ടോപ്പിൽ തന്നെ സ്പേസ് ഉണ്ട്, അവിടെ നിൽക്കുക. ഓക്കെ, നടന്നോ. നമ്മളെ മീശപ്പുലിമല ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന മലയുടെ മുകളിൽ കയറിയാൽ നമുക്ക് ഒരു സൺറൈസ് പോയിന്റ് ഉണ്ട്, അത് കാണാൻ പറ്റും. അവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ മീശപ്പുലിമലയിലേക്ക് ട്രെക്ക് ചെയ്ത് പോവുക. അങ്ങനെ ആദ്യത്തെ മല കയറി നമ്മൾ സൺറൈസ് പോയിന്റിലെത്തി. അങ്ങ് ദൂരെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. കൂടെ മനോഹരമായ കുറേ മേഘങ്ങൾ ഇങ്ങനെ പരവതാനി വിരിച്ചതുപോലെ നമുക്ക് നിൽക്കുന്ന കാണാം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക. സൺറൈസ് പോയിന്റിൽ നിന്ന് ഇടുക്കിയിലുള്ള ഒട്ടുമിക്ക മലകളെയും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ മീശപ്പുലിമല ട്രക്കിൻ്റെ വേറൊരു പ്രത്യേകത. അങ്ങ് കാണുന്ന ഇതാണ് നമ്മൾ ഇന്നലെ കയറിയ ചൊക്രാമുടി. ഞാൻ വേറൊരു പീക്കിൻ്റെ വ്യൂ കാണിച്ചു തരാം. അങ്ങ് ആ ദൂരെ കാണുന്ന പീക്ക് കണ്ടോ? അതായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഏതാ പീക്കെന്ന്? അതാണ് നമ്മളെ ആനമുടി. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള മലയാണ് ആനമുടി. അത് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ മലയാണ് മീശപ്പുലിമല. അങ്ങനെയുള്ള ആ മീശപ്പുലിമല ട്രക്കിങ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, ഐസ് കട്ടയായിട്ട് കിടക്കുന്നത് കണ്ടോ? ക്രിസ്റ്റലായിട്ട് അത് കണ്ടു തരാം. ഉണ്ടോ മഞ്ഞ് വീണിട്ട് ഫുള്ള് മഞ്ഞിന്റെ ഇതുണ്ടോ? മഞ്ഞ് മീശപ്പുലി മഞ്ഞ് വീഴുന്ന. ഇപ്പം നമ്മള് ഇറങ്ങി താഴെ എത്തി. ആൾക്കാർ ഗ്രിപ്പ് കിട്ടാതെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഭയങ്കര കെയർഫുള്ളായി ഇറങ്ങേണ്ട സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ് മീശപ്പുലിമലയുടെ. ആദ്യം തന്നെ നമ്മൾ ആ കയറിയ സൺറൈസ് പോയിന്റിന്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മളിപ്പോൾ ആ ഒരു മല കയറി ഇതാ ഇവിടെ എത്തി. ഇവിടെ കണ്ടോ അവിടെ മൊത്തം ഐസ് വീണ് കിടക്കുകയാണ്. ആ പുല്ല് മൊത്തം കിടക്കുകയാണ്. ആൾക്കാർ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ചെറിയ സ്ട്രീം ഉണ്ട്, അത് നമ്മൾ ക്രോസ് ചെയ്യണം. അത് ക്രോസ് ചെയ്യാനാണ് പോണേ ഈ കുന്നിറങ്ങിയിട്ട്. പിന്നെ ഈ പുല്ല് കണ്ടോ, ഇതാണ് മീശപ്പുല്ല്. അതുകൊണ്ടാണ് ഇതിനെ മീശപ്പുലിമല എന്ന് വിളിക്കണത്.
അപ്പോൾ ഇത് മീശപ്പുല്ല് ഫുള്ള് തിങ്ങി വളർന്നു നിൽക്കുന്ന മലകളാണ് ഇതൊക്കെ. അതാണ് മീശപ്പുലി മല എന്ന് വിളിക്കുന്നത്. ഇതാ ഇവിടെ ഒരു ചെറിയ വാട്ടർ ബോഡി ഉണ്ട്. ഇവിടെ ഒരു വെയിലുണ്ട്. വെയിൽ കഴിഞ്ഞിട്ട് ഇവിടെ കയറുമ്പോൾ തന്നെ ഫുള്ള് തണുപ്പാണ്. തണുക്കണ്, നല്ല തണുപ്പുണ്ട്. കൈ വേണോ? അങ്ങനെ മുകളിലേക്ക് നമുക്ക് പോകണം. അങ്ങ് ആ ഇറക്കിറങ്ങിയിട്ട് നമ്മൾ നേരത്തെ വന്നേ. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇത് കയറുന്നുണ്ട്. അതാണ് സൺറൈസ് പോയിന്റ്. അങ്ങ് കാണുന്നതാണ് സൺറൈസ് പോയിന്റ്. അങ്ങ് കാണുന്നത് തണുത്തിട്ട് ചൂടാക്കി കൊടുക്കുകയാണ്. ഉണ്ട് അടപ്പുണ്ട്. രണ്ടാമത്തെ ട്രക്കാണ് കേട്ടോ. മൂന്നാമത്തെ ഇന്നലെ വൈകുന്നേരം ചെയ്ത് മൂന്നാമത്തെ ട്രക്കാണ് അവിടെ. ഇനി ആ കാണുന്ന അങ്ങുള്ള ആ മല നമ്മൾ കയറണം. മീശപ്പുല്ല് വളർന്ന് നിൽക്കുകയാണ് എല്ലായിടത്തും. ഇത് ലെമൺ ഗ്രാസിന്റെ വേറൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അടുത്ത് കാണാം മലകളൊക്കെ. നമ്മൾ വരുമ്പോൾ ഒരു വ്യൂ കണ്ടോ വെള്ളച്ചാട്ടത്തിന്റെ? കണ്ടോ ഒരു വെള്ളച്ചാട്ടം. അടുത്തൊരു മല കയറാൻ പോവാണ്. അപ്പോൾ 2-3 മല ആക്ച്വലി നമ്മളിത് കയറണം, എന്നാലേ നമ്മൾ ആ വ്യൂ പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പോയാൽ ചിലപ്പം ക്ലൗഡ് ബെഡും എന്താ പറയുക വ്യൂ ഒക്കെ നല്ല ഭംഗിയായി കിട്ടും. പിന്നെ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ആ വ്യൂ ഒക്കെ ഒന്ന് മങ്ങും, കാരണം ക്ലൗഡൊക്കെ പൊന്താൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ കവറാവും. എന്തായാലും അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ വരുന്നവർ സൂര്യോദയം സൺറൈസ് കഴിഞ്ഞപാട് തന്നെ ട്രക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അവർ 7 മണിക്ക് വിടുള്ളൂ, ഒരുമിച്ചാണ് വിടുക. പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ നല്ല സ്റ്റോപ്പൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ആ വ്യൂ ഒക്കെ ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ എന്തായാലും നോക്കാം വ്യൂ കിട്ടോ ഇല്ലയോ. നല്ല സ്പീഡായി. അതുപോലെ കയറ്റമാണ് കയറി. ഇറക്കം ആനക്കറിയാം. ആന അടി തെറ്റി വീഴുന്ന ആനക്കറിയുണ്ട്. അതായത് ആനയ്ക്ക് ബോഡിക്ക് അനുസരിച്ചുള്ള ബ്രെയിൻ എന്ന് പറഞ്ഞത്. ആന വരുമ്പോൾ നമ്മൾ ഇറക്കം ഇറങ്ങി പോവാം. പക്ഷേ ആന മുട്ട് കുത്തിയിട്ട് ഇരുന്ന് വന്ന് നമ്മളെ പിടിക്കാൻ വേണ്ടി ആന ശ്രമിക്കും. ഒരിക്കലാണ് ഒന്നിങ്ങനെ കയറ്റം കയറി നിരപ്പ് നമ്മൾ ഓടുക കാര്യങ്ങളൊന്നും. ആന മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നിങ്ങനെ വളഞ്ഞും പൊളഞ്ഞ് ഓടുക. അല്ലെങ്കിൽ നേരെ ഇറക്കം നമ്മൾ ഊർന്ന് ഇറക്കപ്പുറം ഓടുക. പക്ഷേ ഇറക്കപ്പുറം ആന വരും, പക്ഷെ പിടിക്കില്ല. ആ ഒരു മെത്തഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യും. ഒരിക്കലും നേരെ ആന കണ്ട് നേരെ ഓപ്പോസിറ്റ് ആനക്ക് ഓപ്പോസിറ്റ് ഓടില്ല. ഒന്നും ചെയ്യില്ല. അങ്ങനെയല്ല, വൈൽഡ് ആനിമൽസിന് കടുവ കഴിച്ചാൽ ഹങ്കർ ആയിട്ടുള്ള സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. മേ ബി നമ്മളെ ഉപദ്രവിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും ഗ്രൂപ്പ് 100 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മൃഗങ്ങളൊന്നും അങ്ങനെ അടുത്തേക്കുന്നില്ല. 1-2 പേര് പോകുന്ന സമയത്ത് ഇത് ഹങ്കറി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ അങ്ങനെ അനുസരിച്ചും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ ആനനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിന് ആളുകളായിട്ട് പോയപ്പോഴാണോ അതോ സിംഗിൾ ആയിട്ട്? ഏതാ അല്ല, ആനനെ കണ്ടു എന്ന് പറഞ്ഞാൽ ട്രക്കിങ്ങിന് അടയ്ക്കാം ഉള്ള സമയത്ത് 35 പേരുണ്ട് അവിടെ. ആ സമയത്ത് അവർക്ക് ജസ്റ്റ് ഞാൻ ഫോട്ടോ മാത്രം എടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് പടയുന്നു. അത് ഫ്ലാഷൊക്കെ കാണാണ്ട് സേഫാണ്. ഗൺസ് ഒക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യും. മറ്റേന്ന് വെച്ചാൽ നമ്മൾ മൃഗങ്ങളെ കൊല്ലാനും പാടില്ല. ഇതാണ് ഇവിടെയുള്ള മാജിക് മഷ്റൂം. മാജിക് മഷ്റൂം ഉണ്ട്. അത് കിങ് മസ്കാൻ. ഇത് കഴിഞ്ഞ ഡിസംബറിൽ എടുത്ത ഇത് കിങ് അല്ലേ? കിങ്. ഇത് കിങ് കണ്ടോ അങ്ങ് കാണുന്ന ആ മല കണ്ടോ? അവിടെ എത്തേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 8 മല നമ്മൾ കയറാനുണ്ട്. അതാണ് ഗൈഡ് പറഞ്ഞത്. ആ മുന്നിൽ പോകുന്നതാണ് ഗൈഡ്. അപ്പോൾ 8 മല കയറാനുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ വേറെ റൂട്ടിലൂടെയാണ് ഈ ട്രക്കിങ്ങിൽ ഇറങ്ങുക. അത് വേറൊരു മലയും കൂടി കയറണം. അപ്പോൾ മൊത്തം 9 മല നമ്മൾ ഈ ട്രക്ക് ചെയ്യുന്നതാണ് ഗൈഡ് പറഞ്ഞത്. ട്രക്കിങ് ചെയ്ത് ഏകദേശം പകുതി വഴി പിന്നിട്ടു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ മീശപ്പുലി മല ട്രക്ക് ചെയ്യാൻ ബെസ്റ്റ് ടൈം നമുക്കൊരു നവംബർ ഡിസംബർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നവംബർ ഡിസംബറിൽ നമ്മൾ ട്രക്ക് ചെയ്യാൻ വരുന്നവർ നല്ല വ്യൂ കിട്ടും. അപ്പം വലിയ തണുപ്പുണ്ടാവും, വലിയ ചൂടുണ്ടാവില്ല, മഴയും
മറ്റേ കോടയിൽ നിന്ന് വന്നിട്ട് വ്യൂ ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ നല്ല സൺറൈസ് ഒക്കെ കിട്ടും, നല്ല വ്യൂ കിട്ടും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ. വരുന്നവർ നവംബർ ഡിസംബർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബാക്കിയുള്ള സമയത്തും ട്രെക്കിംഗ് അലൗഡ് ആണ് ഇവിടെ, മൺസൂണിലൊക്കെ. അത് വേറൊരു രസമായിരിക്കും. മഴയത്തൊക്കെ ട്രെക്ക് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ ആ ടൈമിലൊക്കെ വരാം. പിന്നെ ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ചൂടാണ്. ട്രെക്കിങ് ചൂടത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവോയ്ഡ് ചെയ്യാനാണെങ്കിൽ നവംബർ ഡിസംബറിലൊക്കെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇതാണോ നമ്മുടെ മുന്നിൽ മോസ് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണോ? അത് ഈ തണുപ്പും എയർ ക്വാളിറ്റിയൊക്കെ നല്ലുള്ള സ്ഥലത്ത് മാത്രം വളരുന്ന ഒരു ചെടിയാണ്. ചെടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എയർ പ്ലാന്റ് ആണ്. അതിനർത്ഥം ഇവിടുത്തെ എയർ ക്വാളിറ്റി നല്ലതാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കയറ്റൊരു നല്ല സ്റ്റീപ്പ് കയറ്റാണ്. റോഡോഡെൻഡ്രോൺ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടെ കുറേ റോഡോഡെൻഡ്രോണിൻ്റെ ചെടികൾ കാണാം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട്. ആ കാണുന്നതൊക്കെ റോഡോഡെൻഡ്രോണിൻ്റെ ചെടികളാണ്. ഇനി കുറച്ച് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് കളറിലുള്ള ഒരു പൂ വരും. അപ്പോൾ ഇതൊക്കെ റെഡ് കളറുള്ള റോഡോഡെൻഡ്രോൺ ആണ്. എന്താ പറയുക, പല വെറൈറ്റീസ് ഉണ്ട് ആക്ച്വലി. ഇതിന് കുറേ ഉണ്ട് ഇവിടെ ഈ മലയിൽ. നമുക്കിതിനെ റോഡോഡെൻഡ്രോൺ മല എന്ന് വിളിക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ആ കാണുന്ന മലയില്ലേ, അവിടെയാണ് നമുക്ക് കയറേണ്ടത്. ഞാൻ പറഞ്ഞല്ലേ റോഡോഡെൻഡ്രോണിൻ്റെ പൂ കാണാം. ഇതാണ് ആ പൂ, ഉണ്ടോ, റെഡ് കളറിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഭയങ്കര അതിൻ്റെ ജ്യൂസൊക്കെ ആക്കിയിട്ട് കഴിക്കുന്ന കാണാം. ഇത് ഭയങ്കര ഹിമാലയൻ റേഞ്ചസിൽ കാണുന്നൊരു ചെടിയാണ്. ഇത് കണ്ടോ, ഇതാണ് അവസാന സ്ട്രെച്ച്. ഇതാണ് മിശപ്പുലിമലയുടെ എന്താ പറയുക ടോപ്പ് പോയിന്റ്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി മീശപ്പുലിമല സമ്മിറ്റ് പോയിന്റിലെത്തി. ഇതാണ് സമ്മിറ്റ് പോയിന്റ്. വാവ്, ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, അസാധ്യ വ്യൂ ആണ്. ഇതിൻ്റെ എഡ്ജ് വ്യൂ ആണ്. ഇവിടെ താഴെ പ്ലാന്റേഷനൊക്കെ കാണാം. അടുവരെ നമ്മുടെ ജീപ്പ് റോഡിൽ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് പാതറിൻ്റെ സ്പോട്ട് ആ റോഡിലാണ്. പിന്നെ ഏറ്റവും ലോങ്ങിൽ കാണുന്ന മൂന്നാർ കേട്ടോ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വ്യൂ ആണ് മൂന്നാർ. പിന്നെ ഇത് നമ്മൾ എന്താണ് വന്ന് നമ്മളെ ചായ കുടിച്ചിട്ട് വന്ന സ്ഥലമാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിൽ തേയിലത്തോട്ടം കാണാം, സൈഡിൽ വലിയുന്നത്. ഇത് നമ്മൾ ആനയിറങ്ങലാണ് സൂര്യനെല്ലി കേട്ടോ. പിന്നെ ഇതാണ് കൊടക്കുമല, ഇതാണ് ഫേമസ് ആയിട്ടുള്ള സ്പോട്ട്. അതായത് നല്ല അത്യാവശ്യം നല്ല അതെ സൺറൈസും സൺസെറ്റും അവിടെ കാണാൻ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ അവിടെ കിട്ടും. പിന്നെ അവിടെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. അവിടെ സൈഡിൽ ഇറങ്ങണ്ട, അവിടെ പോയി അത്യാവശ്യം കണ്ടു. ചെറിയ വ്യത്യാസം. ഈ റോഡോഡെൻഡ്രോൺ താഴെയൊക്കെ കണ്ടത് അതിന്റെ പൂവിന്റെ മൊട്ട കട്ടയുള്ള കാണും. മുട്ട അത് ഫസ്റ്റ് മുട്ട ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇലയ്ക്കും സ്റ്റെമ്മിനും എല്ലാം ഒരു ഭയങ്കര കട്ടി ഉണ്ടാവും. പൂ ആയി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള നല്ല പെറ്റൽസ് ഉള്ള പൂവായിരിക്കും. നമുക്ക് അതിന്റെ ഷോലേഴ്സ് നല്ല പൂ. അതെ സ്പീഷീസ് ചെയ്യുമ്പോൾ റോഡോഡെൻഡ്രോൺ ആർബോറിയം എന്ന് പറയും കേട്ടോ. കാട്ടുപൂവരശ് എന്ന് പറയും. കാട്ടുപൂവരശ് അതായത് പ്രത്യേകിച്ച് നേപ്പാളിലെ നാഷണൽ ഫ്ലവറാണ്. ഇഷ്ടംപോലെ പൂത്തൊക്കെയുണ്ട്, കുറെ പൂത്തിട്ടുണ്ട് അല്ലേ. താറ ഏറ്റവും പുറകിലായിരുന്നു. അപ്പൂപ്പനും അമ്മൂൻ്റെ തിരിച്ചോട്ടെ. അങ്ങ് കാണുന്നതാണ് പഴനിമല ഹിൽസ്. അതായത് റേഞ്ചാണ്, ഹിൽ റേഞ്ചാണ്. മിശപ്പുലിമല മുതൽ പഴനിമല ഹിൽസ് വരെയുള്ള റേഞ്ചസിന് അകമല ഹിൽസ് എന്നാണ് പറയാം.
ആനയിറങ്ങൽ ഡാം തൊട്ട് അങ്ങോട്ടുള്ളത്. ആ അതെന്താ അത് ആണോ ഏലമല ഹിൽസ്? ഏലമല. മറ്റേത് ആനമുടി ഹിൽസോ? ആനമുടി വരെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ആനമുടി. ആനമുടി ഹിൽസ്. ഈ പുറയിൽ കാണുന്നതാണ് മീശപ്പുലിമല വ്യൂ, മെയിൻ വ്യൂ. മീശപ്പുലിമല സബ്മിറ്റ് കഴിഞ്ഞു. ഇനി താഴേക്ക് പോകണം. താഴേക്ക് അറൗണ്ട് ഒരു 3 കിലോമീറ്റർ നമുക്ക് താഴേക്ക് നടന്ന് ട്രക്ക് ചെയ്ത് പോകാണ്ട്. അത് നമ്മൾ വേറെ റൂട്ടിലൂട്ടിയാണ് പോവുക. അപ്പം മൊത്തം 8 മല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വേറൊരു മലയും കൂടി നമ്മൾ കയറും. അപ്പം മൊത്തം ടോട്ടലി റൗണ്ട് ട്രിപ്പിൽ നമ്മൾ 9 മല ഇവിടെ കവർ ചെയ്യും. ഇത് കണ്ടോ, സൈഡിലൂടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് മീശപ്പുലിമല. നമ്മൾ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ താഴേക്ക് പോകണം. സ്റ്റീപ്പാണ് ഇറക്കം. വരുന്നവർ പ്രോപ്പർ ട്രക്കിംഗ് ഷൂസ് ഒക്കെ ഇട്ടിട്ട് വരിക. വാ വാ പെട്ടെന്ന് വാ. വേദനയുണ്ടോ? ദൃശ്യയുടെ കാലിനെന്തോ വേദന വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മള് ഇതെവിടുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടേ? ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരുന്നവർ ഇടാതെ പോവാ. കാരണം നാളെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ട്രക്ക് ചെയ്യേണ്ടതാണ്. അതെ, എപ്പോഴാ ഫുള്ള് ബ്ലൂം ആവും ഇവിടെ മൊത്തം. ഈ പൂവ് എന്താ? ഇത് കാട്ടുപൂവാണ്. ഈ സംഭവം കുറേ ഉണ്ടല്ലോ. ഇവിടെ കുറേ ഉണ്ട് ഈ ഏരിയയിൽ. മനുഷ്യനെ ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. കാരണം അതിന് പിടിക്കാനുള്ള ഒരുപാട് മൃഗങ്ങൾ ഇതിനകത്ത്. പിന്നെ ആരും ഒറ്റയ്ക്ക് വരുന്നില്ലല്ലോ, എല്ലാം ഇങ്ങനെ ഗ്രൂപ്പ്. നമ്മൾ അകലെ തന്നെ ഇപ്പം കയറുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുന്ന് കയറുന്നുണ്ട്, അവിടുന്ന് വാസർമാർ വിളിച്ച് പറയൂല ആന കയറിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നോക്കി കൊണ്ടുവരുള്ളൂ. ചിലപ്പോൾ ഈ വഴി കൊണ്ടുപോയിട്ട് ആ വഴി തന്നെ തിരിച്ചു കൊണ്ടുപോകും. കാരണം ഈ ടോപ്പിൽ ആന നിൽക്കത്തില്ല. ഈ നമ്മൾ ഈ തിരിച്ചു പോകണുണ്ടോ ഇനി ഒരു 2 കിലോമീറ്റർ കൂടി നമുക്ക് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബേസ് ക്യാമ്പ് കിട്ടും. എന്നിട്ട് അവിടുന്ന് പിന്നെ ജീപ്പിന് പോകണം. ഓക്കെ, ഒരാൾ പൊക്കത്തിന് ഈ മീശപ്പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയിലോട്ട് കണ്ടോ, ഇത്രയും ഹൈറ്റിൽ അവിടെ ഉണ്ട് പുല്ല്. ഇവിടെ ഇങ്ങനെ വാട്ടർ സോഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും. നല്ല വെള്ളമാണ് ആക്ച്വലി. ഉറവേന്ന് വരുന്നതാണ് മുകളിലത്തെ മലയെന്നൊക്കെ. ഐസ് വല്ല തണുപ്പണ. എത്താറായി. ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടി നമ്മൾ നടന്നിട്ട് അവിടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തണം. തിരിച്ചു വരുന്ന റൂട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ്. കുറേ എന്താ പറയുക, മലകളും താഴ്വാരങ്ങളൊക്കെ ഉള്ള റൂട്ട് തന്നെയാണ്. അതും നല്ല ഒരു എന്താ പറയുക, ട്രക്കിംഗ് ചെയ്യാൻ പറ്റിയൊരു ട്രയലാണ്. അണ്ണന്മാരൊക്കെ പാലം പണിയാൻ വേണ്ടി പോവാണ്. പാലം ഈ ചതുപ്പിലൊക്കെ മൃഗങ്ങൾ വരുന്നുണ്ടാവും അല്ലേ? പെരിയ കത്തിയെല്ലാം വെച്ചിരിക്കാക്ക. താങ്ക് യു. അതെയാ, അതെ ശരിയാ. നിങ്ങൾ വൃത്തിയാക്കുന്നതുകൊണ്ട് നമുക്ക് നടന്നു പോവാം. നടക്കാനുള്ള ഒരു വഴി ഒപ്പിക്കുക. ആ ശരി. ചിലരൊക്കെ ഈ വഴി അറിയാലേ, പുല്ല് മൂടിയാലേ. അതെ അതെ, ഒന്നാമത് ഇത് ഭയങ്കരമായിട്ട് വന്ന് കയറും. അതെ ആ അതെ അതെ, ഇതിൽ അത് അതുകൊണ്ട് കരിഞ്ഞാണോ ഇത്? തണുപ്പ് വരുമ്പോ അല്ലേ? അതെയോ? ആ ഓ ഓ ഈ അവസ്ഥയില്. ആ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് മൈനസ് ആകും. മൈനസിലേക്ക് പോകുമ്പോ ഇതൊന്നും ഈ പുല്ലുപോലെ കാണുക എല്ലാം അശേഷം പോകും. ഇവിടെ കാട് കത്തിക്കത്തൊന്നുമില്ല അല്ലേ? കാട് കത്തിക്കൊക്കെ ചെയ്യുമല്ലോ. അതെയോ? ഇവിടെ കത്തത്തില്ല. അതിന് ബൗണ്ടർ ഒക്കെ ഉണ്ട്. ഓക്കെ, ഫയർ ബൗണ്ടർ ഉണ്ട്. ഓ, അപ്പൊ വാച്ചർമാരൊക്കെ എമ്പിടിയിടും. അവർ കാട് മൊത്തം കാണും. അല്ല തീയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മൃഗങ്ങളൊക്കെ പോകും. തീ വെക്കാൻ പാടില്ല. പാടില്ല. എന്താ ചില ഏരിയയിൽ പറയുന്നേക്കാം
കത്തിച്ച് കാട്ടുതീ വരുന്നതിന് വരെ ഉം. പക്ഷെ അത് ഫയർ വാച്ചർമാർക്കാണ്. ഉണ്ടാവല്ലേ. അല്ലാതെ ഇത് നമുക്ക് നോക്കാൻ പറ്റിയില്ല. ഓക്കെ. ഏക്കറേജ് കിടക്കുമല്ലോ. അതെ. ഇനി ഈ ഇറക്കം മൊത്തം ഇറങ്ങണം. ഇത് ഏകദേശം ഒരു 1 കിലോമീറ്റർ മുകളിൽ നമ്മൾ ഇറങ്ങി താഴെ എത്തണം. ഇവിടെയാണ് ഏകദേശം അങ്ങ് ദൂരെ നമുക്കൊരു ബിൽഡിംഗ് ഒക്കെ കാണാം. അതായിരിക്കണം ഫോറസ്റ്റ് ഓഫീസ്. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ്. ഉണ്ടോ റീസ്റ്റോറേഷൻ ഓഫ് നീലഗിരി താർ ഹാബിറ്റാറ്റ് മീശപ്പുലിമല. ഇത് പ്രണവാണ്. പ്രണവിയുടെ മീശപ്പുലിമലയിലെ ട്രക്കിംഗ് ഗൈഡാണ്. ഹായ്, ഹലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന മീശപ്പുലിമലയാണ്. മീശപ്പുലിമല കേൾക്കാത്താരും തന്നെയാണ്, വളരെ പോപ്പുലറാണ്. നമ്മുടെ വെസ്റ്റേൺ ഘട്ടത്തിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് വീക്കാണ് മീശപ്പുലിമല. ഫസ്റ്റ് വീക്ക് വരുന്ന ആനമുടിയാണ്. ആനമുടി അൺഫോർച്ചുനേറ്റ്ലി അവിടെ ട്രക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഉള്ള ഹയസ്റ്റ് വീക്ക് നമ്മുടെ ഇതാണ്. നമുക്ക് ട്രക്കിംഗ് വരുന്നത് 7.5 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ടോട്ടൽ കവർ ചെയ്യാൻ. നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ടെന്ന്, ബേസ് ക്യാമ്പ് ആൻഡ് റോഡോ മാൻഷൻ. 8,000 ഫീറ്റിലും ബേസ് ക്യാമ്പ് തൊട്ട് താഴെ ഒരു 5 കിലോമീറ്റേഴ്സ് താഴെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ ബേസ് ക്യാമ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ടെൻറ്റ് സ്റ്റേയും 2 ടൈംസ് ഫുഡും ഉണ്ട്. പാക്കേജ് സെയിം റോഡോ മാൻഷൻ കോട്ടേജ് ആയിട്ടാണ്. മാക്സിമം 18 പേർക്ക് വരെ ഇവിടെ അഫോർഡ് ചെയ്യാം. പൈസ എത്ര വരുന്നത്? അതിപ്പം താഴെ ബേസ് ക്യാമ്പിൽ ഇപ്പോൾ ഓഫ് സീസണും ഉണ്ട്. അങ്ങനെ വേരിയേഷൻ വരും. ഇപ്പോൾ 2,500 സംതിങ് താഴെ, ഒരു 4,000 സംതിങ് ഇവിടെ വരും. പിന്നെ നമ്മൾ വണ്ടി ഒരു ഓഫ് റോഡാണ്. മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജീപ്പ് അറേഞ്ച് ചെയ്ത് വരേണ്ട വരും. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഓഫീസിൽ അവിടെ വണ്ടി റെഡിയാക്കി തരുന്നതായിരിക്കും. മൂന്നാർ തന്നെ ഓഫീസിൽ തന്നെ നമ്മൾ ഓഫീസിൽ ബുക്ക് ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ റെഡിയാക്കി തരും. നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് FDC സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാം ത്രൂ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് മാത്രമേ എടുക്കാൻ പറ്റൂ അതോ മറ്റേതും ബുക്ക് ചെയ്യാൻ പറ്റും? മൂന്നാർ ടൗണിൽ നിന്ന് അവിടുന്ന് പാക്കേജ് അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അത് റെയറാണ്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ അവസാനം അവശേഷിക്കുന്ന ഇവിടെയാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡോ ഡെൻഡ്രോൺ ആണ്. നമ്മുടെ നേപ്പാളിലെ നാഷണൽ ഫ്ലവർ, സിക്കിമിൻ്റെ സംസ്ഥാന പുഷ്പം. അപ്പം ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ ഇത് വളരുള്ളൂ. ഈ ഒരു 8,000 ഫീറ്റും ഈ ഒരു ടെമ്പറേച്ചറും വേണ്ടതാണ്. റോഡോ ഡെൻഡ്രോൺ മെയിനായിട്ട് ഉള്ളത് ഹിമാലയസിലും ഹരിയാന പിന്നെ ഇവിടെയാണ്. ഇതിന് 3 കൈൻഡ്സ് ഉണ്ട്. വൈറ്റ് കളർ, പിങ്ക് കളർ, റെഡ് കളർ ഫ്ലവർ ഉണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന റെഡ് കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റോഡോഡെൻഡ്രോൺ ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു മെയിനൊരു ഐറ്റം. പിന്നെ നമ്മൾ ട്രക്കിങ് പോകുന്ന റൂട്ട് വരയാടുകളുണ്ട്. അതെല്ലാം നമുക്ക് ഇയർലി മോർണിംഗ് ട്രക്കിന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ ഒന്നിനെ കണ്ടുകൊണ്ട് യെസ് മിക്ക ദിവസം ഉള്ള ഓഗസ്റ്റിനെ കാണാൻ ചാൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർലി 5:30 നമ്മൾ ട്രക്കിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്ലാക്ക് ടീ ബ്രെഡ് ജാം കഴിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു ഇവിടെ സൺറൈസ് ഉണ്ട്, ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്ത് പിന്നെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ടോട്ടൽ ഫുൾ ട്രക്ക് നമ്മളൊരു 11:30 ആകുമ്പോഴത്തേനും ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ താഴെ എത്തുന്നതായിരിക്കും. പിന്നെ ഫുഡുണ്ട്, ബ്രഞ്ചാണ്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചെക്കൗട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ്, ആ രീതി അങ്ങനെയാണ്. ഓക്കെ. തിരിച്ച് ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് എത്താറായി. ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത ട്രക്കാണ്. ഒരു 8 കിലോമീറ്റർ ഏകദേശം നടന്നിട്ടുണ്ട്. 4.5 കിലോമീറ്റർ അങ്ങോട്ടും ഒരു 3.5 കിലോമീറ്റർ ഡിസെൻഡിങ്ങും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തി. ഒരു വലിയൊരു എന്താ പറയുക ഡിഫിക്കൽറ്റി എന്ന് പറയുന്നില്ല. വയസ്സായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഡീപ്പ് ഇറക്കൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ വലിയ വേറെ പ്രശ്നങ്ങളില്ല. നമുക്ക് നടന്നിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്യൂട്ടിഫുൾ ട്രയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെ അഖി എങ്ങനെയുണ്ടായിരുന്നടാ ട്രക്ക്? നീ പറ. അടിപൊളിയല്ലായിരുന്നു. അതെ, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അതങ്ങ് തീർന്നു കിട്ടി. അതെ, മോളെയും കൊണ്ട് അവൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതെ. ഇനിയിപ്പോൾ അടുത്ത ട്രക്ക് ഇന്നലെ നമ്മൾ ചൊക്രാമുടി, ഇന്ന് മീശപ്പുലിമല. ഇനി അടുത്തൊരു ട്രക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ, ഇടുക്കിയിൽ കിട്ടുകയാണെങ്കിൽ ചെയ്യണം. ഇവിടെ കുറേ വരയാട് ഇറങ്ങി വരുന്നുണ്ട്. കാണുന്നുണ്ടോയെന്നറിയില്ല. അവിടെ ആയിട്ടുണ്ട്. നല്ല സ്പീഡിൽ വരുന്നുണ്ടല്ലേ, കുറേ ഉണ്ടത്. ഇതുണ്ടോ എത്രയോ 4 വരയാടുകൾ. അവരിപ്പോൾ അങ്ങ് മുകളിൽ നിന്ന്
ഇറങ്ങി വന്നെയാണ്. ഓ കുത്ത്. ഇതാണ് ഇവിടുത്തെ ഫ്രോഡോ മാൻഷൻ സ്റ്റേ. സോ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂവും ക്ലൈമറ്റും ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. എൻട്രൻസ് ഉള്ളതുകൊണ്ടാണ് അതെ, പേരിട്ടതല്ലേ. ഇവിടെയാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. ഇനി ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് ബേസ് ക്യാമ്പിലേക്ക് പോകും. അപ്പോൾ ട്രക്കിംഗ് കഴിഞ്ഞു. ഇനി വേറൊരു ട്രക്കിംഗായിട്ട് വേറൊരു ദിവസം കാണാം. എന്തായാലും താഴെ ജീപ്പ് എടുത്ത് പോയി അവിടെ വണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റേന്ന് വണ്ടി എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഇടുക്കിയിൽ കറങ്ങാൻ പോകണം. അതാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഈ മാർച്ചിൽ വന്നാൽ മതി. മറ്റേ ഇവിടെ മംഗളാദേവി പോകും. ഓ ബടി